ഇന്നത്തെ പണി കുറച്ച് പച്ചമുളകിന്റെ തൈകളൊക്കെ നട്ടു കൊടുക്കുകയാണ്. നല്ല മഴ കിട്ടിയിട്ടോ. ഇന്നലെ വൈകുന്നേരമൊക്കെ നല്ല മഴയായിരുന്നു. നമ്മള് പച്ചക്കറിന്റെ തൈകളൊക്കെ നട്ട് കഴിഞ്ഞ ശേഷം ഒന്ന് നനച്ചൊക്കെ കൊടുത്ത് വൈകുന്നേരം ആയപ്പോൾ നല്ല മഴയും കിട്ടി. ഇവിടെ കണ്ടില്ലേ മണ്ണൊക്കെ നല്ല പൊടിഞ്ഞ് സെറ്റായി. ഇവിടെ നനച്ച് പൊടിയേണ്ടി വന്നിട്ടില്ല, മഴ കൊണ്ട് തന്നെ പൊടിഞ്ഞിട്ടുണ്ട്. ഈ ഷീമൊക്കെ ഇവിടെ നമ്മൾ കാലായിട്ട് എന്തിനോ കൊടുത്തതാ, അപ്പൊ തെഴുത്തിട്ടുണ്ട്. അതൊന്ന് വെട്ടിയിട്ട് ഒഴിവാക്കേണ്ടത്. നമുക്ക് മാക്സിമം ഷെയ്ഡ് ഒഴിവാക്കണം നടുന്ന സമയത്തൊക്കെ. ഇത് നമുക്ക് പശുവിന് കൊടുക്കാം. ഇപ്പൊ നാസർക്ക് എന്താ അറിയില്ല, ഇവിടെ ഏരി എടുത്ത സമയത്ത് ഇത് വെട്ടിയിട്ടില്ല. നടുന്നതിന് മുന്നേ എത്രത്തോളം വെളിച്ചാക്കാൻ പറ്റുമോ അതാണ് പച്ചക്കറിക്കൊക്കെ ഏറ്റവും നല്ലത്. അപ്പൊ അതൊന്ന് വൃത്തിയാക്കട്ടെ, എന്നിട്ട് നമുക്ക് നട്ടു തുടങ്ങാം. ഇവിടെ കണ്ടില്ലേ ഏരിയകളൊക്കെ അത്യാവശ്യം നല്ല വിട്ടിട്ടാട്ടോ. പച്ചമുളക് ആയതുകൊണ്ട് നമ്മൾ ക്യാബേജ് കോളിഫ്ലവർ നടുന്ന പോലെ അടുപ്പിച്ചിട്ടല്ല, ഏകദേശം 1.5 അടി ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഓരോ കുഴി വരുന്നത് കേട്ടോ. എല്ലാത്തിനും ആട്ടിൻകാഷ്ടൊക്കെ ഇട്ട്, ആട്ടിൻകാഷ്ടം പൊടിഞ്ഞിട്ട് മഴ ഇങ്ങനെ കൊണ്ടപ്പോൾ ഇല്ലേ, എല്ലാത്തിനും ആട്ടിൻകാഷ്ടൊക്കെ ഇട്ട് വെച്ചതാണ്. 1.5 അടി വിട്ടിട്ടുള്ള കുഴികളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ പച്ചമുളക് നടാനുള്ള പ്രധാന കാരണം പറയല്ലോ, കുരങ്ങ് ഏറ്റവും കൂടുതൽ നമ്മുടെ തോട്ടത്തിലേക്ക് വരുന്നൊരു ഏരിയ ആയിട്ട്. നമ്മളെ പുഴ തൊട്ടടുത്ത് ഈ മുളക്കൂട്ടം ഇവിടുന്നാണ് ഏറ്റവും കൂടുതൽ കുരങ്ങ് നമുക്ക് നമ്മളെ തോട്ടത്തിലേക്ക് കയറി വരിക. ഇവിടെ വഴുതനി മറ്റൊന്നും കൃഷി ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഏറ്റവും നല്ലത് പച്ചമുളകാണ്. പച്ചമുളക് മാത്രമേ ഇപ്പോൾ കുരങ്ങ് കഴിക്കാത്തേ ഉള്ളൂ. ബാക്കിയെല്ലാം പച്ചമുളക് എന്താ അറിയില്ല, ഇതുവരെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എരിവുണ്ടാകുന്ന നല്ല ബുദ്ധിയാണല്ലോ എന്തായാലും. ഇന്ന് കെങ്ങയുണ്ട്, കെങ്ങനോട് ഞാനൊരു ട്രേ തൈ എടുത്തിട്ട് വരാൻ പറഞ്ഞിരുന്നു. കെങ്ങപ്പ് എടുത്തിട്ട് വരുന്നുണ്ടോ? കെങ്ങ വാടാ, എവിടെ? കെങ്ങക്ക് ഇന്ന് സ്കൂളിൽ ലീവാ, ഇന്ന് കലോത്സവം അല്ലേ? കെങ്ങന്റെ അടുത്തുള്ള സ്കൂളിൽ നിന്ന് സബ് ജില്ലാ കലോത്സവമാണ്. അപ്പൊ കെങ്ങക്ക് ഇന്ന് ലീവാന്ന് പറഞ്ഞു. ടീച്ചേഴ്സൊക്കെ അവിടെ പോയതുകൊണ്ടാവും അല്ലേ. നമ്മള് കെങ്ങ ട്രേ എടുത്തിട്ട് ഇന്ന് നടാണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ കെങ്ങി വിയമോളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നട്ട് വേഗം തീരുന്നൊക്കെ പറഞ്ഞപ്പോ ഇന്ന് ഇപ്പൊ കെങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നടിയില്ലെങ്ങ. പിന്നെ നമ്മൾ ഈ തൈ നട്ടൊന്ന് കാണിച്ചു കൊടുക്കും. നമ്മൾ ഇന്നലെ നട്ടത് തൊട്ടടുത്ത് തന്നെ നമ്മൾ ക്യാബേജും കോളിഫ്ലവർ നട്ടിട്ടുള്ളത്. പിന്നെ കുരങ്ങ് വരുന്ന ഏരിയ, ഇവിടെയും കുരങ്ങ് വരുന്ന ഏരിയ തന്നെയാണ്. എന്നാലും പെട്ടെന്ന് കയറുന്ന ഏരിയ ഇവിടെ ആയതുകൊണ്ട് ഇവിടെ മുളകിട്ടിട്ട് ബ്ലോക്ക് ചെയ്താൽ പിന്നെ അങ്ങനെ ഇങ്ങോട്ട് വരില്ലതാ. ഒക്കെ നല്ല സെറ്റായി നിൽക്കുന്നത്. ഇന്ന് നനച്ചിട്ടൊന്നുമില്ല കേട്ടോ. നല്ല നനവ് നല്ല വെയിറ്റ് കിട്ടിയോണ്ട് നനച്ചിട്ടൊന്നുമില്ല. എന്തായാലും ഇനിയിപ്പം വൈകുന്നേരം മഴ ഇല്ലെങ്കിൽ ഒന്ന് നനച്ചു കൊടുക്കണം. എന്താ വെച്ചാൽ ഇതുവരെ വാടിയിട്ടും കാര്യമൊന്നുമില്ല. അതൊക്കെ നല്ല തണുപ്പ് മണ്ണിലുള്ളതുകൊണ്ടാട്ടോ. ഇപ്പൊ കെങ്ങ ട്രേ എടുത്തിട്ട് വാ, നമുക്ക് തുടങ്ങാം. ഇന്ന് കെങ്ങനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചാൽ നടല്. ഇന്ന് ഞാനും ഉമ്മയൊക്കെ അല്ലേ നടല്. ഇതെടുത്തോ. ഇപ്പൊ ഞാൻ വേഗം തൈ ഇട്ടേരാ. കെങ്ങ നടുവോ? നടന്നറിയോ? അങ്ങനെ തന്നെ പഠിക്കുക. ഇവിടുന്ന് തന്നെ തുടങ്ങാം. അതെന്തായാലും ഇവിടുന്ന് ഇപ്പൊ ഞാൻ അതാ തൈ വെച്ച് തരാണ്. ആദ്യം എന്ത് ചെയ്യണം? അങ്ങനെ മാന്തിയിട്ട് കുറച്ച് മാന്തിയിട്ട് കുഴിയാക്കിയിട്ട് നട്ട് കേട്ടോ. അങ്ങനല്ല, കുഴി മൊത്തം മാന്തി കെങ്ങക്ക് ആദ്യം നട്ട് കാണിച്ചാൽ. എന്നാലും ഞാൻ എന്നെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാന്ന് വിചാരിച്ചാലേ അതെങ്ങനെ മാന്തണം കേട്ടോ നമുക്ക്. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ വളമൊക്കെ തട്ടിയിട്ട് ഇങ്ങനെ സെറ്റാക്കിയിട്ട് ഒറ്റ പ്രസ്. പിന്നെ പച്ചമുളകിന്റെ തൈ കറക്റ്റ് പാകാട്ടോ, നടാനുള്ള കറക്റ്റ് പാകാണ്. ക്യാബേജും കോളിഫ്ലവറും വളർന്ന പോലെ അത്ര വലുതായിട്ടില്ല. ഇത് നമ്മൾ കൊണ്ടുവരുമ്പോൾ തന്നെ കുറച്ച് ചെറിയ തൈ എടുത്തതാ. ഈ സ്ഥലം റെഡിയാക്കുന്നതൊക്കെ സമയം എടുക്കുന്ന അറിഞ്ഞുകൊണ്ട് കുറച്ച് ചെറിയ തൈകൾ തന്നെ കൊണ്ടുവച്ചുകൊണ്ട് ഇപ്പൊ കറക്റ്റ് ഭാഗമായിട്ടുണ്ട്. ഞാനിങ്ങനെ ഇട്ട് പോട്ടെ. എങ്ങനെ പറ്റിയെങ്കിൽ നടുക, അല്ലെങ്കിൽ അങ്ങനെ നോക്കട്ടെ കേട്ടോ. ഞാൻ നട്ടോളാം. എല്ലാ കുഴിയിലും നമ്മൾ ഇന്നലെ ഇട്ട പോലെ പച്ചമുളക് പിന്നെ പെട്ടെന്ന് നട്ട് തീരുട്ടോ. അതുകൊണ്ടാണ് ഉമ്മയൊന്നും ഇല്ലാത്തത്. പക്ഷേ ഇത് കുറഞ്ഞ തൈകളല്ലേ നമ്മൾ നടുന്നുള്ളൂ. കുറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ഗ്യാപ്പ് വരുമ്പോൾ നമുക്ക് സ്ഥലം വേഗം കഴിയും. മറ്റേതുപോലെ അടുപ്പിച്ച് നടണ്ടല്ലോ. കുറച്ച് ഇട്ട് വെച്ച് പോയിട്ട് വേഗം നട്ട് തീർക്കാം. ഈ ഒരു അളവ് വേണം. ഇവിടെയും പക്ഷേ ഒരടീൻ്റെ മുകളിൽ 1.25 അടി നമ്മൾ ഇങ്ങോട്ടും വിട്ടിട്ടുണ്ട്. 1.25 അല്ല, 1.5 അടുത്ത് ഈ ഗ്യാപ്പ് ഉണ്ട്, വീതിയിൽ വിട്ടിട്ടുണ്ട്. ഇതിനൊക്കെ പണിയെടുക്കുമ്പോഴൊക്കെ ഞാൻ ഇടുന്നുണ്ടോ? നടണോ? ഞാൻ തന്നിട്ട് നട്ടോളാം. അങ്ങനെയൊന്നുമല്ല. വരാം. എങ്ങനെ നടാൻ ഏൽപ്പിച്ചാലേ 2ാം പണിയാവും. വരാം, ഞാൻ അത് ഇട്ട് പോട്ടോ. നീ ഇതിടാൻ പോയി എങ്ങനെ അറിയോ? ഇത് ഏൽപ്പിച്ചാൽ ചിലപ്പോ ഞാൻ സെറ്റാക്കാം. ഞാൻ നടന്ന് കാണിച്ചു തരാം, എന്നിട്ട് ഞങ്ങൾക്ക് നട്ടു വരാം കേട്ടോ. ഈ ഒരു ലൈന് തീർക്കട്ടെ. നമ്മൾ നല്ല ചെറിയ തൈ എടുക്കുന്നില്ല, എന്നാൽ ഇഷ്ടംപോലെ തൈകളുണ്ട്. ഇപ്പൊ 3 ട്രേയോളം തൈ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു 2-2.5 ട്രേക്ക് തീരുന്ന തോന്നുന്നത്. ബാക്കി എന്തായാലും പോക്ക് തൈ ആയിട്ട് അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകേണ്ടി. ഇവിടെ വെക്കാൻ പറ്റില്ല. നമുക്ക് കുറച്ചും കൂടി ഇടാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് നട്ടു തുടങ്ങാൻ വെച്ചിട്ടാ. കെങ്ങ എടുത്ത് കൊണ്ടുപോകണം. ഒരു ട്രേന്ന് കെങ്ങ അവിടെ ഇങ്ങനെ എടുത്ത് പോകുന്നുണ്ട്. റെഡി ആയെങ്കിൽ ആണോ ഒരു തൈ ആയിട്ട് അത്രയും ലോങ് പോകും, പിന്നെ അത് വെച്ചിട്ട് ഇങ്ങോട്ട് വരും. അതാണ് കെങ്ങന്റെ കോമഡി. ഞാൻ ഇട്ട് പോകാൻ അറിയില്ല. എന്നാലും എടുത്തു, സെറ്റാക്കിയില്ലേ, പഠിച്ചില്ലേ? ഒന്നും കൂടെ എടുത്ത് കാണിച്ചു കൊടുക്ക്. നല്ല വിറ്റാണ് കെങ്ങ. ഇന്നലെ കെങ്ങ ഉണ്ടെങ്കിൽ എങ്ങനെ ഊരെ ഞാൻ പരിപ്പാക്കി ഇന്ന് അടിയിച്ചിട്ട്. കെങ്ങണ്ടോ ഓരോ ലൈനില് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ചിലത് നമുക്ക് ഇന്നലെ വേറെ സംഭവം ചെയ്ത് ഇന്നലെ തൈകളൊക്കെ ഒന്ന് നനച്ചു പോയിട്ടുണ്ട്. പോളിയോസിൽ വേറെയും തൈകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വഴുതനൊക്കെ നട്ടതുകൊണ്ട് അവിടെ സ്പ്രിംഗ്ലർ ഓൺ ചെയ്തുകൊണ്ട് ട്രേ കുറച്ച് നനവ് വന്നിട്ടുണ്ട്. അങ്ങനെ കിട്ടുന്നുണ്ട്. ചില തൈകൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. ഉണ്ടല്ലോ നല്ല നനവാ. ഇടമനാടാ? കെങ്ങ ഇടമൻ കയ്യനല്ലേ?
അതായിട്ട് എങ്ങനെ എഴുതുക? എഴുതല് വലുതായിട്ട് പണികളൊക്കെ എടുക്കുക ഇടത്ത് കൈ കൊണ്ടാ. അതിൽ രണ്ടെണ്ണം അത് പറ്റൂല കറക്റ്റ് ഒന്ന് മതി. ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും നട്ടു തുടങ്ങാം. വാ, സമയം കളയണ്ട. പക്ഷെ വെയിലില്ല കേട്ടോ. ഇന്നലത്തെ അതേ ക്ലൈമറ്റ് തന്നെ ആയി മാറിയിട്ടൊന്നും. എടാ മറന്നുപോയി, ആ ഏരിയ ഉണ്ട്. വിട്ടുപോയി. എന്നാ കെങ്ങ അവിടെ ഇട്ടുവാ. ഞാനേ അങ്ങോട്ട് വെച്ചാ നടട്ടോ, ടൈം കളയണ്ട. ഇവിടെ അങ്ങനെ ലൈൻ ഇട്ടുവാട്ടോ. ഈ ഒരു ഏരിയ ഇട്ടിട്ടില്ല. അത് ഞാൻ എങ്ങനെ നടാൻ വേണ്ടി കാണിച്ചിട്ട് ഇങ്ങോട്ട് കയറി വന്നപ്പോ ആ ലൈൻ അങ്ങനെ ഇട്ട് പോരുട്ടോ. ഇത് എങ്ങനെ നട്ടു വെച്ചതാണ്. ഒന്നും കൂടെ മാറ്റി നടേണ്ടി വരും. നീ ഇങ്ങനെ തന്നെ നിക്കട്ടെ. നീ വലിച്ചെടുത്താ ചിലപ്പോ അതിന്റെ എങ്ങനെ കുഴിയാക്കുന്നില്ല. മേലെ വെച്ചിട്ട് എങ്ങനെ ഒക്കെ ചെയ്ഞ്ഞിട്ട് എങ്ങനെ പോലെ തന്നെ കെങ്ങ നടണം കേട്ടോ. നട്ടോ. പിന്നെ പച്ചമുളക് നടുമ്പോൾ ഞാൻ പറയല്ലോ, ഇതിനും എല്ലാത്തിനും പച്ചമുളക് നല്ല എല്ലാ തൈകൾ നടുമ്പോഴും സ്യൂഡോമോണസിൽ മുക്കണം. നമ്മൾ നാളെ എന്ത് ചെയ്യുക? നാളെ ചിലപ്പോൾ ഇന്ന് സമയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ മഴ പെയ്താൽ അത് ഒഴിച്ചിട്ട് കാര്യമില്ല. ഇന്നലെ നട്ട തൈനും നമ്മൾ ഒഴിച്ചിട്ടില്ല. മഴ ഇന്ന് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇന്ന് വൈകുന്നേരം എല്ലാത്തിലും സ്യൂഡോമോണസ് കലക്കിയിട്ട് മൊത്തം കുറച്ച് കൂടുതൽ കലക്കണം. എന്താ വെച്ചാൽ എല്ലാ തൈകളും ഇല്ല. എന്നാലും അത്രയും ക്യാബേജും കോളിഫ്ലവർ നട്ടതിനൊക്കെ ഒഴിക്കാണ്ട് വേഗം ഇതിനും വാട്ടരോഗം വരും. വാട്ടരോഗം വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സ്യൂഡോമോണസ് ഒഴിച്ചു കൊടുക്കണം. നല്ല വേര് പിടിച്ചും കിട്ടും. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ രാവിലെ നമ്മൾ ഒഴിക്കും. പറ്റിയാൽ എന്തായാലും വീഡിയോയിൽ കാണിച്ചു തരും. സമയം വേണം അതിനൊക്കെ. വീഡിയോ എടുക്കാൻ കുഞ്ഞോളും കൂടെ വരണം. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ വേഗം ഒഴിച്ച് തീർക്കും. നമ്മൾ വൈകിട്ട് കുറെ നട്ടിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് ഒഴിക്കുമ്പോഴത്തേക്കും ഫംഗസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഇവരെ വേരിൻ്റെ ഇവിടെ മുളകിന് തന്നെ സംഭവിക്കുക കേട്ടോ. ഈ ഭാഗം ചീഞ്ഞു പോകും, അത് വന്നു പോകും. അതുകൊണ്ട് വേഗം മണ്ണിൽ വെച്ചാലാണ് വേഗം തുടങ്ങുക. ട്രേയിൽ എത്ര കാലം നിന്നാലും ഈ രോഗങ്ങളൊന്നും വരില്ല. ഇട്ട് പോട്ടോ. ഇനി അവിടെയും കൂടെ അല്ലേ ഉള്ളൂ. ഓക്കെ, എങ്ങപ്പോ സ്പീഡായി. അപ്പൊ അങ്ങനെ അത് ചെയ്യണം. പിന്നെ പച്ചമുളകിന് വരുന്ന രോഗം എന്ന് പറഞ്ഞാൽ ഇലചുരുളി ചെയ്യണം കേട്ടോ. വാട്ടരോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നട്ട് രണ്ടാഴ്ചക്കായി കുറച്ച് ഇലയൊക്കെ വന്ന് സൈസ് ആകുമ്പോഴാണ് കുറച്ച് ഈ ലെവലിലൊക്കെ പൊന്തുമ്പോഴാണ് വാട്ടരോഗം വരുന്നത്. മറന്നുപോയി. വാട്ടരോഗമല്ല, ഇലചുരുളിച്ച് വരുന്നത്. അപ്പം ഇലചുരുളിച്ചൊക്കെ നമ്മൾ ഏറ്റവും ചെയ്യാനുള്ള ഏറ്റവും നല്ലത്, നമ്മളിപ്പോൾ വേപ്പിൻ കഷായം പുകയില കഷായം ഒക്കെ ഓർഗാനിക് ആയിട്ടുള്ളതൊക്കെ ചെയ്യുമ്പോൾ അതൊന്നും വന്നിട്ട് ചെയ്താലൊന്നും വലിയ റിസൾട്ട് കിട്ടില്ല. ആദ്യമേ പറയാം. നമ്മൾ അപ്പോൾ എല്ലാവരും ചിലപ്പോൾ നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്താണ്ട് മാറും, അടിച്ചു കൊടുത്താൽ മാറും. ഞാൻ അങ്ങനെ ഗ്യാരണ്ടി പറയുന്നില്ല. ഇതൊക്കെ ഞങ്ങൾ ചെയ്യൽ വരുന്നതിന്റെ മുന്നേ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോഴാണ് നമ്മൾ ഓർഗാനിക്കായി ചെയ്യുന്നതിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. വന്നു കഴിഞ്ഞാൽ നമ്മൾ രാസകീടനാശിനി ഉപയോഗിക്കുന്ന അത്ര പവറിലൊന്നും ജൈവ കീടനാശിനികൾ ഉപയോഗിച്ചാൽ മാറി കിട്ടൂല. അപ്പം നീ വേഗം വരുന്നതിന് മുന്നേ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇപ്രാവശ്യം നമുക്ക് നല്ല റിസൾട്ട് ഉണ്ട്. നമ്മൾ ചട്ടിയിൽ നട്ട പച്ചമുളകൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കാണിച്ചിരുന്നു. അതിന്റെ വിളവെടുപ്പ് വീഡിയോ ചെയ്യാൻ വെച്ചിട്ടാണ്. എല്ലാം നല്ല കായ്ച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ എന്ത് ചെയ്തു? എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് ചെയ്തു. ഫസ്റ്റ് നമ്മൾ സ്യൂഡോമോണസ് ചെയ്തു. അതുപോലെ തന്നെ വേപ്പിൻ കഷായം തുടക്കത്തിൽ തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്തു. 2-3 തവണ സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോഴൊക്കെ മാറി. അങ്ങനെ നല്ല റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും പച്ചമുളക് ചെയ്യാനും മടിയും. ഒരു പച്ചമുളകിന് എല്ലാവരും ഒരു പ്രധാന പ്രശ്നമായിട്ട് രോഗം വരുന്നത് ഇലചുരുളിച്ച് വന്നിട്ട് ചെടി മുരടിച്ചു പോകുന്നതാണ്. അപ്പം അതിങ്ങനെ തുടക്കത്തിൽ ചെയ്താൽ തന്നെ മാറി കിട്ടും. പിന്നെ എപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനെ കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും ഒരു മാർക്കറ്റുള്ള സാധനം കേട്ടോ പച്ചമുളക്. ഒരു ആവറേജ് വില നമുക്ക് എപ്പോഴും കിട്ടും. എന്തായാലും 40 രൂപയിലൊന്നും അങ്ങനെ കുറയലില്ല. ചില സമയത്ത് മാത്രം 20-25 രൂപയൊക്കെ ഒന്ന് വരും. എന്നാലും ആവറേജ് നമുക്ക് 40 രൂപ എപ്പോഴും കിട്ടുന്നുണ്ട് ഇപ്പോൾ പച്ചമുളകിന്. അതുകൊണ്ട് നമ്മുടെ ഫാമിൽ എപ്പോഴും പച്ചമുളക് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടേ നിൽക്കും. ഇപ്പം നമുക്ക് ഗ്രോ ബാഗിലും ചട്ടിയിലും നട്ടതൊക്കെ വിളവെടുക്കാനായി. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? ഇനിയിപ്പോൾ അടുത്ത് കുറച്ച് കഴിഞ്ഞാൽ ഇതായി കിട്ടും. ഇതെന്താ ചെറിയ ഈ തൈ മാറ്റിടക്കങ്ങ ഈ ടൈക്കും അല്ലേ? അത്രയും നല്ല തൈകൾ ഉണ്ടായിട്ട് ഇതിനേലും വെച്ചോ. നല്ല നല്ല തൈകൾ ഉണ്ടായിട്ട് അതാ എടുക്കുന്നത്. അതൊക്കെ ഈ കിടന്ന് വളർന്നോളും. ഈ തൈകൾ കുറച്ച് ചെറുതായതുകൊണ്ട് തവളയുടെ വെട്ട് കൂടിട്ടോ. നമ്മൾ ഇന്നലെ നട്ട ക്യാബേജും കോളിഫ്ലവർ ഒക്കെ കുറച്ച് വലുതായതുകൊണ്ട് ആ പ്രശ്നമൊന്നും അങ്ങനെ പ്രശ്നം വന്നിട്ടില്ല. അപ്പം ഇതിനങ്ങനെ ഒരു സാധ്യത ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഈ ഭാഗത്ത് നട്ടപ്പോൾ കുറേ എണ്ണം ഒരാഴ്ചയോളം തൈകൾ മാറ്റി നട്ട് പിന്നെ അങ്ങോട്ട് പോയി. ഇതെവിടെ വെച്ചിട്ട് തവള അങ്ങനെ മുറിച്ചിടും. ആരോ ഒന്ന് ഒടിച്ചിട്ട പോലെ ഉണ്ടാവും. പിന്നെ ഈ ഭാഗത്ത് ഈ മുളയുടെ ഇലയൊക്കെ ഉള്ളതുകൊണ്ട് ഇത് എന്താ മുറിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. നെണ്ടിന്റെ ചാൻസ് ഇല്ല, പുഴ കുറെ താഴെ ആയതുകൊണ്ട് അത്ര ഹൈറ്റിലൊന്നും നെണ്ട് കയറി വരില്ല. പിന്നെ നമ്മൾ എന്ത് നോക്കിയിട്ട് ഒന്നും അറിയില്ല. അങ്ങനെ രാത്രി ഞാൻ എന്ത് ചെയ്തു? ഇത് കള്ളനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ വന്ന് നോക്കുമ്പോഴാണ് രാത്രി തവളനെ കണ്ടത്. കറക്റ്റ് ഞാൻ വെട്ടുന്ന കണ്ടാൽ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു. അങ്ങനെയാണ് ഇത് തവള ഇങ്ങനെ കറക്റ്റ് ചെയ്യുന്ന മനസ്സിലായത്. മറ്റേ നമ്മൾ വേറെ ഒന്നും അങ്ങനെ കാണുന്നില്ല. ആ ഒരു ശല്യം കുറച്ച് കൂടുതലുണ്ട് ഈ ഭാഗത്ത്. അതുകൊണ്ട് ഇപ്രാവശ്യം ഈ തൈന് ചിലപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രാത്രി ടോർച്ച് എടുത്ത് വന്ന് കാവലിക്കേണ്ടിയിരുന്നു. തൈകൾ ഹൈറ്റ് വെച്ചാൽ പ്രശ്നമില്ല. തവളയ്ക്ക് ഒരു ചെറിയ തൈകൾ കാണുമ്പോഴാണ് അങ്ങനെ ടെൻഡൻസി വരുന്നത് മുറിച്ചിടാനുള്ള.
ഒന്നും ചെയ്യ കഴിക്കൊന്നുമില്ല, വെറുതെ മുറിച്ചവിടെ ഇടും. പച്ചക്കറി കടയിൽ നിന്നൊക്കെ എപ്പോഴും വാങ്ങിക്കുന്ന സാധനമാണ് പച്ചമുളക്, തക്കാളി, ഉള്ളി. അതിൽ പച്ചമുളക് എല്ലാവരും പിന്നെ 1 കിലോ ഒന്നും വാങ്ങൂല, അതുകൊണ്ടാണ് ഇതിന്റെ വില ആരും മൈൻഡ് ചെയ്യാത്തത്. എല്ലാവരും പറയുന്നത് ഒരു 100 ഗ്രാം പച്ചമുളക് കറി അപ്പൊ എത്ര 10 രൂപ അറിയും. അപ്പൊ 10 റുപ്യയിലുള്ളത് നമ്മൾ അങ്ങനെ കണക്ക് കൂട്ടും. പക്ഷെ കിലോന് 100 ആരും അങ്ങനെ ചിന്തിക്കൂല. അങ്ങനെ ഓരോ ആഴ്ചയും വാങ്ങിക്കുമ്പോൾ ഒരു 100 രൂപയ്ക്ക് 1 കിലോ തന്നെ ആയി കിട്ടുന്നുണ്ട്. അപ്പൊ അത്രയും വിലയൊക്കെ കൊടുത്തത് വാങ്ങിക്കുന്നതിലും സിമ്പിൾ ആയിട്ട് ഇതുപോലെ ഒന്ന് നട്ടുണ്ടാക്കിയാൽ മതി. അതായത് ഞങ്ങളിപ്പോൾ വിൽക്കാനായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇത്ര കൂടുതൽ ചെയ്യുന്നത്. അല്ലാതെ വീട്ടാവശ്യത്തിനൊക്കെ ഒരു 10 തൈയൊക്കെ ഗ്രോ ബാഗിലോ ചട്ടിയിലോ അല്ലെങ്കിൽ സ്ഥലം ഉള്ളിടത്തൊക്കെ ഇങ്ങനെ നട്ടു കൊടുത്താൽ നമുക്കൊരു വർഷത്തിനുള്ള മുളക് ഉണ്ടായി കിട്ടും. പെട്ടെന്ന് ഇങ്ങനെ തൈകൾ മാറ്റിയിടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് ഒരുപാട് പൈസ സേവ് ചെയ്യാൻ കഴിയും. അതും കൂടെ ഒന്ന് എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും അങ്ങനെ ചെയ്യാൻ നോക്കുക. എല്ലാവർക്കും പറ്റൂല, എന്നാൽ പറ്റുന്ന എല്ലാവരും അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതാ നമ്മളൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ പണികളെ പച്ചക്കറിയുടെ പണികൾ ഈ ആഴ്ച കൊണ്ട് ഞങ്ങൾക്ക് തീർക്കണം. ഇനി നമുക്ക് ഞാൻ പറഞ്ഞ ചൈനീസ് ക്യാബേജ്, റെഡ് ക്യാബേജും കൂടെ നടാനുണ്ട്. അതിന്റെ സ്ഥലം കൂടെ നാസർക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാപ്പി പറി ആവാനായി. കാപ്പിയൊക്കെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തോട്ടം ചെത്തി കൂട്ടുന്ന പണിയുണ്ട്. അതായത് തോട്ടം ക്ലീൻ ചെയ്ത് വെക്കുക. കാപ്പി പറിയുടെ മുന്നേ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് തോട്ടം ചെത്തി കൂട്ടുന്നത്. അപ്പോൾ ആ പണിയിലോട്ടൊക്കെ കടക്കാറുണ്ട്. അതും കൂടെ നട്ട് കഴിഞ്ഞാൽ നമ്മൾ നടൽ കുറച്ച് കാലത്തിന് നിർത്തി വെക്കും. ഇനി നമുക്ക് ഉള്ളത് നമുക്ക് ഇതിന്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കും. ഇനി കാപ്പി പറി കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി പച്ചക്കറിന്റെ പരിപാടിയൊക്കെ തുടങ്ങുള്ളൂ. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ. ഇപ്പോൾ വെയിലും വന്നിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്.